എല്ലാവർക്കും CSEBയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറൽ നോളേജ് ചോദ്യങ്ങളാണ്. നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അഷ്ടപ്രധാൻ എന്ന ഭരണസമിതി ആരുടെ കാലത്താണ്? ഉത്തരം ശിവജിയുടെ കാലത്താണ് അഷ്ടപ്രധാൻ എന്ന ഭരണസമിതി ഉണ്ടായിരുന്നത്. 3. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ. ഉത്തരം കൻവർ സിംഗ് ആണ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ. 4. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെന്റ് പാസാക്കിയ വർഷം. ഉത്തരം 2005. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെന്റ് പാസാക്കിയത്. 5. കേരളത്തിന്റെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി. ഉത്തരം നിവേദിത പി ഹരനാണ് കേരളത്തിന്റെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി. 6. ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല. ഉത്തരം റൂർക്കേലയാണ് ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല. 7. ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം. ഉത്തരം ജൂണോ എന്ന ഉപഗ്രഹമാണ് ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം. 8. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ. ഉത്തരം ജയന്തി പട്നായിക് ആണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ. 9. നീതി ആയോഗിന്റെ ചെയർമാൻ. ഉത്തരം പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെ ചെയർമാൻ. 10. ഇന്ത്യ ഗവൺമെന്റിന് കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതി. ഉത്തരം എക്സൈസ് നികുതിയാണ് ഇന്ത്യ ഗവൺമെന്റിന് കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതി. 11. ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനം. ഉത്തരം ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനം. 12. പദാർത്ഥത്തിന്റെ നാലാമത്തെ അവസ്ഥ. ഉത്തരം പ്ലാസ്മയാണ് പദാർത്ഥത്തിന്റെ നാലാമത്തെ അവസ്ഥ. 13. പ്രവൃത്തിയുടെ യൂണിറ്റ്. ഉത്തരം ജൂളാണ് പ്രവൃത്തിയുടെ യൂണിറ്റ്. 14. സാധാരണഗതിയിൽ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തി. ഉത്തരം 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിൽ. 20നും 20,000 ഹെർട്സിനും ഇടയിലാണ് സാധാരണഗതിയിൽ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തി. 15. താജ്മഹലിനെ കാലത്തിന്റെ കവിൾത്തടത്തിലെ കണ്ണുനീർത്തുള്ളി എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ആണ് താജ്മഹലിനെ കാലത്തിന്റെ കവിൾത്തടത്തിലെ കണ്ണുനീർത്തുള്ളി എന്ന് വിശേഷിപ്പിച്ചത്. 16. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ. ഉത്തരം ഘൂം. പശ്ചിമ ബംഗാളിലെ ഘൂം എന്ന റെയിൽവേ സ്റ്റേഷനാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ. 17. കായിക കേരളത്തിന്റെ പിതാവ്. ഉത്തരം കേണൽ ജി വി രാജയാണ് കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. 18.
ക്ഷയരോഗം പകരുന്നത് എന്തിലൂടെയാണ്? ഉത്തരം വായുവിലൂടെ. വായുവിലൂടെയാണ് ക്ഷയരോഗം പകരുന്നത്. 19. ക്യൂണിക്കൾച്ചർ എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം മുയൽ വളർത്തൽ. മുയൽ വളർത്തലിനെ സൂചിപ്പിക്കുന്നതാണ് ക്യൂണിക്കൾച്ചർ. 20. ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ. ഉത്തരം സൊമാറ്റോട്രോപ്പിൻ. സൊമാറ്റോട്രോപ്പിൻ എന്ന ഹോർമോണാണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.